രണ്ടാം ക്ലാസ്സിലെ വർക്ക് ബുക്കിലെ 36-ാമത്തെ പേജിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ അൽ ഇംലാ എന്ന് കാണുന്നുണ്ട്. എന്താണ് അൽ ഇംലാ എന്ന് പറഞ്ഞാൽ? പൂരിപ്പിക്കൽ. ഇംലാ എന്ന് പറഞ്ഞാൽ എന്താ? പൂരിപ്പിക്കൽ. ഇവിടെയൊക്കെ എഴുതി പൂരിപ്പിക്കണം. എന്താണ് എഴുതേണ്ടത് ഇവിടെ? ഇവിടെ വായിച്ചാൽ മനസ്സിലാകും. നത്തദറബു അല കിതാബത്തിൽ കലിമാത്തിൽ മുറക്കസത്ത് ഫിൽ വഹദ. ഈ പാഠഭാഗത്തിലെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. എന്തൊക്കെയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പുതുതായി പഠിച്ച വാക്കുകൾ? ഒന്നാമത് നമ്മൾ ഉമ്മാലുൽ ബലദിയ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉമ്മാലുൽ ബലദിയ, മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ. പിന്നെയോ നലാഫത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. നലാഫത്ത് എന്താ? വൃത്തി. പിന്നെന്താ പഠിച്ചത്? കുമാമത്ത്, മാലിന്യങ്ങൾ അല്ലേ? അടുത്തത് മിൻ ഫളലിക്കും എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. നമ്മൾ ഒരാളോട് വാങ്ങുമ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ മിൻ ഫളലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുക അല്ലേ? മിൻ ഫളലിക്കും അൽമാ, വെള്ളം തരുമോ എന്ന് ചോദിച്ചത് നമ്മൾ കണ്ടിരുന്നു പാഠഭാഗത്ത്. അതേപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? തഫല്ലൽ എന്നാണ് അല്ലേ? അതിവിടെ എഴുതാം, തഫല്ലൽ. പിന്നെയോ സുഹത്ത് എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ സുഹത്ത്? ആരോഗ്യം. പിന്നെ നിറങ്ങളെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? 3 നിറങ്ങൾ, 3 നിറത്തിലുള്ള ബോക്സുകൾ, സുന്ദൂഖ് അല്ലേ? സുന്ദൂഖുൻ, ബോക്സ്, അതും എഴുതാം. പിന്നെ നിറങ്ങളുടെ പേര് എഴുതിക്കോളൂ. അഹ്ലർ, പച്ച, അഹ്മർ, ചുവപ്പ്, അസറക്ക്, നീല. അങ്ങനെ നിറങ്ങളുടെ പേരും പഠിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണോ? അല്ല, ഇനിയും കുറേ വാക്കുകൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ ഓർത്ത് വെക്കണം. അഅ്ലാ എന്ന വാക്ക് പഠിച്ചിരുന്നു അല്ലേ? എന്താ അഅ്ലാ? അവയവങ്ങൾ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പറ്റിയും പഠിച്ചിരുന്നു. പിന്നെ ശരീരത്തിലെ അവയവങ്ങൾ കുറേ പഠിച്ചിരുന്നു അല്ലേ? റഅസ്, തല, യദ്, കൈ, അംഫ്, മൂക്ക്. അതൊക്കെ കൃത്യമായി പഠിക്കുക. ഇനി നമുക്ക് 3-ാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3-ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? അൽ വത്തനുൽ ഹബീബു, പ്രിയപ്പെട്ട രാജ്യം. ഇതിൽ 3 പാഠങ്ങളുണ്ട്. അതിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഐന്, ഗൈന് എന്നീ 2 അക്ഷരങ്ങളാണ്. ഈ 2 അക്ഷരങ്ങളും എഴുതാൻ അറിയാമല്ലോ. ഐന് ആദ്യം വരുമ്പോൾ ഇങ്ങനെ എഴുതണം, നടുവിലാണെങ്കിൽ ഇങ്ങനെ, അവസാനം കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ, അവസാനം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ. ഐനും ഗൈനും ഒരേപോലെയാണ്. ഗൈനിൻ്റെ മേലെ ഒരു കുത്തുണ്ടാകും, ഐനിന് കുത്തില്ല. അതാണ് വ്യത്യാസം. ഇവിടെ വായിച്ചു നോക്കൂ. അസലുൻ, ബബ്ഗാഉ, മുറബ്ബഉൻ, ദിറാഉൻ. ഇതൊക്കെ ഐനുകൾ പല ഭാഗങ്ങളിലായി വന്നത് കാണാം. ആദ്യം വന്നിരിക്കുന്നു, മധ്യത്തിൽ വന്നിരിക്കുന്നു, അവസാനം വന്നിരിക്കുന്നു, കൂട്ടിയിട്ട് അവസാനം കൂട്ടാതെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അതിന് വരുന്ന ചില വാക്കുകൾ ഇവിടെ എഴുതാം. ഊദുൻ എന്നിവിടെ എഴുതുക, മിൽഅഖത്തുൻ ഇവിടെ എഴുതുക, ഷംഉൻ ഇവിടെ എഴുതുക, സിബാഖുൻ ഇവിടെ എഴുതുക. ഓക്കെ. അടുത്ത പേജിൽ നുലവ്വിനുൽ അലമ വനക്തുബു. അലമിന് നമുക്ക് നിറം കൊടുക്കാം, എന്നിട്ട് എഴുതാം. അലമ് എന്താണ്? കൊടി അല്ലേ? പതാക. പതാകയ്ക്കാണ് അലമ് എന്ന് പറയുക. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പതാക. 3 നിറങ്ങളിലായിട്ടുള്ള പതാകയാണ്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതണം. എന്താണ് എഴുതുക? ഇന്ത്യൻ പതാക എന്ന് അറബിയിൽ എഴുതണം. അതെങ്ങനെ എഴുതും? പതാകയ്ക്ക് അലമ് എന്നാ പറയുക അല്ലേ? ഇന്ത്യക്കോ ഹിന്ദ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ മതി, കൂട്ടി ചേർത്ത് കൊണ്ട് പറയുക. എങ്ങനെ പറയും? അലമുൽ ഹിന്ദി. എന്താ പറയുക? അലമുൽ ഹിന്ദി, ഇന്ത്യയുടെ പതാക. ഓക്കെ. അലമുൽ ഹിന്ദി, ഇന്ത്യയുടെ പതാക എന്നിവിടെ എഴുതുക. അതിനുശേഷം ഇതിന് നിറം കൊടുക്കുക. മേലെ സഫറാനി, കുങ്കുമ നിറം, താഴെ അഹ്ലർ, പച്ച നിറം കൊടുക്കുക. നടുവിൽ വൈറ്റാണ് അല്ലേ? അബിയൽ. അവിടെ ഒന്നും കൊടുക്കണ്ട. ഇനി ആ നിറങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതണം. ഇവിടെ എന്ത് എഴുതാം? കുങ്കുമത്തിന് സഫറാനിയുൻ,
നടുവിൽ വൈറ്റിന് അബിയലു, താഴെ പച്ചയ്ക്ക് അഹ്ലറു. എന്നിട്ട് ഈ വട്ടത്തിൽ നിറം കൊടുത്തു. ഇവിടെ കുങ്കുമം, ഇവിടെ പച്ച, ഈ നിറങ്ങൾ കൊടുക്കുക. ഓക്കെ. ഇനി അടുത്ത പേജിൽ വാവാണുള്ളത്. വാവ് എങ്ങനെ എഴുതാമെന്നാണ് ഇവിടെ പഠിക്കുന്നത്. തുടക്കത്തിലിങ്ങനെ, നടുവിലിങ്ങനെ, അവസാനത്തിലിങ്ങനെ, മാറ്റമൊന്നുമില്ല, എല്ലാം ഒരേപോലെയാണ്. അതും ഇവിടെയുള്ള ഈ വാക്കുകൾ എഴുതി പഠിക്കുക. വിസാദത്തുൻ, ദൽവുൻ, ഫർവുൻ. അടുത്ത പേജിൽ മീം. മീം ആദ്യം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. നടുവിലാണെങ്കിൽ ഇങ്ങനെ, അവസാനം ഇങ്ങനെ, അവസാനം ഒറ്റയ്ക്ക് ഇങ്ങനെ. വായിച്ചു നോക്കൂ. മൗസുൻ, ഖമീസുൻ, കലമുൻ, നൗമുൻ എഴുതിയിരിക്കുന്നത് കാണാം അല്ലേ? അതേപോലെ ഇവിടെ ഈ വാക്കുകൾ എഴുതുക. മൈദാനു, നംലുൻ, തൊമാത്തിമു, ഖദമുൻ. ഇവിടെ അവസാനം, ഇവിടെയും അവസാനം, ഇവിടെ മധ്യത്തിൽ, ഇവിടെ ആദ്യത്തിൽ. അടുത്തത് എന്താണ്? ഇഖ്തിബാറുൻ മൂജസുൻ, ചെറിയൊരു ചോദ്യോത്തര മത്സരം. അലാമത്ത്, മാർക്ക് ഇവിടെ ഇടും. കുറച്ച് ചോദ്യങ്ങളാണ്, ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. ഒന്നാമത്തെ ചോദ്യം, മൻ യുഅറഫു ബി ചാച്ചാജി. ചാച്ചാജി എന്ന പേരിൽ ആരാണ് അറിയപ്പെടുന്നത്? 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തത് മഹാത്മാഗാന്ധി. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ആണല്ലേ. അതുകൊണ്ട് ഈ വട്ടത്തിലൊരു ടിക്ക്, ഒരു ശരി ഇടുക. ചെറിയൊരു ശരി ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തെ ചോദ്യം, മതാ നെഹ്തഫിലു ബിയോമി ഈദുൽ അത്ഫാൽ. ഈദുൽ അത്ഫാൽ എന്താ? ഈദുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ശിശുദിനം. ഈദുൽ അത്ഫാൽ ശിശുദിനം. ഈദുൽ അത്ഫാൽ എപ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്നത്? മതാ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ. മതാ നെഹ്തഫിലു, നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ബിയൗമി ഈദുൽ അത്ഫാൽ, ശിശുദിനം. എപ്പോഴാ ശിശുദിനം? 2 ഒക്ടോബർ. ഒക്ടോബർ 2-നാണോ? അല്ല. പിന്നെയോ 14 നവംബർ, നവംബർ 14-നാണോ? അതെ, നവംബർ 14-നാണ് നമ്മൾ ഈദുൽ അത്ഫാൽ, ശിശുദിനം ആഘോഷിക്കാറ്. അതുകൊണ്ട് ഇവിടെ ടിക്കിടുക. നവംബർ 14 ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അന്നാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇവിടെയുള്ള ചോദ്യത്തിൻ്റെ വാക്കും ഓർമ്മിച്ച് വെക്കണം. മത എന്ന് പറഞ്ഞാൽ എപ്പോൾ, മൻ ആര്. മൂന്നാമത്തെ ചോദ്യം, മൻ യുഅറഫു ബി ബാപ്പുജി. ഇവിടെ മൻ യുഅറഫു ബി ചാച്ചാജി. ചാച്ചാജി എന്ന് ആരാണ് അറിയപ്പെടുന്നത്? ഇവിടെയോ മൻ യുഅറഫു ബി ബാപ്പുജി. ബാപ്പുജി എന്ന് ആരാണ് അറിയപ്പെടുന്നത്? ആരാണ്? 2 ഓപ്ഷൻസ് ഉണ്ട്. അബുൽ കലാം ആസാദാണോ, മഹാത്മാഗാന്ധിയാണോ? മഹാത്മാഗാന്ധിയാണല്ലേ, നമുക്കറിയാം. ഇവിടെ ടിക്കിടുക. മത വുലിദ മഹാത്മാഗാന്ധി. മത എന്തായിരുന്നു അർത്ഥം? എപ്പോൾ. മത വുലിദ, എപ്പോഴാണ് ജനിച്ചത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാ? 2 ഒക്ടോബർ. ഒക്ടോബർ 2, 15 ഓഗസ്തുസ്, ഓഗസ്റ്റ് 15. ഏതാ ശരി? ഒക്ടോബർ 2 ശരി. ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2-നാണ്. ഓഗസ്റ്റ് 15-നോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണല്ലേ? അതെ. അഞ്ചാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വൽ വുസറാ ഇൽ ഹിന്ദ്. മൻ ആര്? ആരാണ് അവ്വൽ വുസറാ ഇൽ ഹിന്ദ്? അവ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ. ഇവിടെ റഈസ് വുസറാ ഇൽ ഹിന്ദ് എന്നാണ് വേണ്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വുസറ എന്നാൽ മന്ത്രിമാർ എന്നാണ്. ഇവിടെ മൻ ഹുവ അവ്വലു റഈസി വുസറാ ഇൽ ഹിന്ദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റു ആണല്ലേ? അതാണ് ശരിയുത്തരം. ഇനി അടുത്തത്, നുക്മിലുൽ അദദ വനക്തുബു. നമുക്ക് എണ്ണം പൂരിപ്പിച്ചെഴുതാം. ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട്. ഒരു പട്ടത്തിൻ്റെ വള്ളിയാണല്ലേ, അതിൻ്റെ മേലെ എണ്ണങ്ങൾ എഴുതിയത് കാണാം. പൂരിപ്പിക്കണം. 1 എന്നിവിടെ ഉണ്ട്. വാഹിദ്. ഇസ്നാൻ ഇവിടെ എഴുതിയിട്ടില്ല, അത് നമ്മളിവിടെ എഴുതണം. സലാസ ഉണ്ട്. അർബഅത്ത് ഇവിടെ എഴുതണം. ഹംസത്ത്, സിത്ത ഇവിടെ എഴുതണം.
സബ ഇവിടെ എഴുതണം, സമാനി ഇവിടെ ഉണ്ട്, തിസ് എഴുതണം, അഷറ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എഴുതുക. എങ്ങനെയാണ് നമ്പർ എഴുതുക? അതിവിടെ ഉണ്ട് അല്ലേ? 1 എന്നിവിടെ ഉണ്ട്, വാഹിദ്. 2 ഇസ്നാനി, 3 സലാസ, 4 അർബ, 5 ഖംസ, 6 സിത്ത, 7 സബ, 8 സമാനിയ, 9 തിസ്, 10 അഷറ. ഈ എണ്ണം നോക്കിയിട്ട് ഇവിടെ പൂരിപ്പിക്കുക. പിന്നെ നുക്കമില് വനൽ അബു, നമുക്ക് പൂരിപ്പിക്കാം, കളിക്കാം. ഈ കളി നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അല്ലേ? പാമ്പും കോണിയും കളിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കളിച്ചിട്ടുണ്ടോ പാമ്പും കോണിയും? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പാമ്പും കോണിയും കളിക്കാൻ. ഇവിടെ കുറേ നമ്പറുകളുണ്ട്. 1 മുതൽ 20 വരെയാണുള്ളത്. നമ്മൾ പാമ്പും കോണിയും കളിക്കുമ്പോൾ 100 വരെ നമ്പർ കാണാം അല്ലേ? പക്ഷേ നമ്മൾ ഇവിടെ 20 വരെ അറബിയിൽ എണ്ണാൻ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 20 വരെയുള്ള പാമ്പും കോണിയും കളമാണ് ഇവിടെ ഉള്ളത്. 1 എന്നിവിടെ ഉണ്ട്, 2 വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ എഴുതണം. മേലെ നമ്മൾ എഴുതി പഠിച്ചില്ലേ? അപ്പോൾ 2 എന്നിവിടെ എഴുതുക. 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ എഴുതുക. പിന്നെയോ 5 ഇവിടെ ഉണ്ട്, 6 എഴുതണം. 7, 8 എഴുതണം. 8 വീണാൽ പാമ്പ് വിഴുങ്ങി ഇവിടെ എത്തും. 9, 10 എഴുതണം. 10 കയറി മേലേക്ക് പോകാം. പിന്നെ 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എല്ലാം എഴുതുക. അതൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കൂ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ്, അഷറ, അഹദ അഷറ, ഇസ്ന അഷറ, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബഅത്ത അഷറ, സമാനിയത്ത അഷറ, തിസ്അത്ത അഷറ, ഇശ്റൂന. അങ്ങനെയാണ് 20 വരെ എണ്ണുക. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യണം. നുലവ്വിനു മിൻ വാഹിദിൻ ഇല ഇഷിരീന ഫഖത്ത്, 1 മുതൽ 20 വരെയുള്ള എണ്ണങ്ങൾ നിറം കൊടുക്കണം. ഇവിടെ കുറേ എണ്ണങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ 1, 2 അങ്ങനെ 20 വരെയുള്ള കളങ്ങൾക്ക് നിറം കൊടുക്കണം. 1 ഇവിടെ ഉണ്ട്, ഇതിനൊരു നിറം കൊടുക്കുക. 2 ഇതിനും നിറം കൊടുക്കുക. പിന്നെ 3, 4 ഇങ്ങനെ 20 വരെ ഉള്ള കള്ളികൾക്ക് നിറം കൊടുത്ത് പോവുക. അപ്പോൾ എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ്, അഷറ, അഹദ അഷറ, ഇസ്ന അഷറ, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ, സബഅത്ത അഷറ, സമാനിയത്ത അഷറ, തിസ്അത്ത അഷറ, ഇശ്റൂന. അങ്ങനെ 20 വരെ നിറം കൊടുക്കുക. എന്നിട്ടോ അതിവിടെ എഴുതുകയും വേണം. അഹദ അഷറ ഇവിടെ ഉണ്ട്, 12 ഇട്ടിട്ട് ഇസ്ന അഷറ, 13 സലാസത്ത അഷറ, 14 അർബഅത്ത അഷറ, 15 ഖംസത്ത അഷറ, 16 സിത്തത്ത അഷറ, 17 സബഅത്ത അഷറ, 18 സമാനിയത്ത അഷറ, 19 തിസ്അത്ത അഷറ, 20 ഇശ്റൂന. നേരത്തെ 1 മുതൽ 10 വരെ എഴുതി, ഇവിടെ 11 മുതൽ 20 വരെ എഴുതി. ഓക്കെ. ഇനി അടുത്ത പേജിൽ സീനും ഷീനുമുണ്ട്. സീനും ഷീനും തമ്മിലുള്ള വ്യത്യാസം ഷീനിന് 3 കുത്തുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ഒരേപോലെയാണ് എഴുതുക. സീൻ ആദ്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതണം, നടുവിൽ വരുമ്പോൾ ഇങ്ങനെ, അവസാനത്തിൽ വരുമ്പോൾ ഇങ്ങനെ, അവസാനം ഒറ്റയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ. ഒറ്റയ്ക്ക് വരുമ്പോഴും കൂട്ടി വരുമ്പോഴും മാറ്റമൊന്നുമില്ല. ഷജറത്തുൻ, ഉഷ്ബുൻ, കബുഷുൻ, ഖുഫാഷുൻ അതിവിടെ എഴുതുക. ഏതാണ് എഴുതേണ്ടത്? സിഞ്ചാബുൻ, ഫുസ്താനുൻ, ഷംസുൻ, ഖുഫാഷുൻ. ആ വാക്കുകൾ ഇവിടെ എഴുതി പഠിക്കുക. ഇനി നെൽസിക്കു സുവറ, നമുക്ക് ചിത്രങ്ങൾ ഒട്ടിക്കാം. സുവർ എന്നാൽ ഫോട്ടോസ്, ചിത്രങ്ങൾ. നെൽസിക്കു നമുക്ക് ഒട്ടിക്കാം. ഇവിടെ ആരുടെ ചിത്രമാണ് ഒട്ടിക്കേണ്ടത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം ഇവിടെ ഒട്ടിക്കണം. നിങ്ങൾ പഴയ ബുക്കിലോ മറ്റോ എവിടെയെങ്കിലും നോക്കിയാൽ ഗാന്ധിജിയുടെ ചിത്രം കാണാം അല്ലേ? അത് മുറിച്ച് ഇവിടെ ഒട്ടിക്കുക. പിന്നെയോ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഇവിടെ ഒട്ടിക്കുക. അതേപോലെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവിടെ ഒട്ടിക്കുക. പിന്നെ സൂറത്തി. എന്താണ് സൂറത്തി? എൻ്റെ ചിത്രം. നിങ്ങൾ നിങ്ങളുടെ ചിത്രം ഒട്ടിക്കുക, എന്നിട്ട് നിങ്ങളുടെ പേരിവിടെ എഴുതുക. ഓക്കെ. ഇനി ഇവിടെ വീണ്ടും അൽ ഇംല, കഴിഞ്ഞ പാഠത്തിൻ്റെ അവസാനം പറഞ്ഞിരുന്നു അല്ലേ? അതേപോലെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നമുക്കിവിടെ എഴുതാം. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച വാക്കുകൾ ഇതൊക്കെയാണ്. വത്തന് എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്.
വത്തന് രാജ്യം അല്ലേ. പിന്നെ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യം, അലം പതാക ഫ്ലാഗ് കൊടി. പിന്നെ നെഹത്തഫിലു എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ നെഹത്തഫിലു? നമ്മൾ ആഘോഷിക്കുന്നു. പിന്നെയോ മജല്ല, മജല്ല എന്താ? മാഗസിൻ. അടുത്തത് തംസീൽ അഭിനയം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. തംസീൽ അഭിനയം. പിന്നെ ബറാമിജ് പ്രോഗ്രാംസ് പരിപാടികൾ. പിന്നെയോ ഇൻഷാദ് പാട്ടുപാടൽ. പിന്നെ ജുന്തി സൈനികൻ പട്ടാളക്കാരൻ. അടുത്തത് സുഅമാ നേതാക്കൾ. ഇത് മാത്രമല്ല വേറെയും കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ വാക്കുകളും കാണാതെ പഠിക്കുക. ഇതോടെ 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ 4ാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് പഠിക്കാം.